ലൂസി 283 സമ്പന്നരും കുലീനരുമായ മാതാപിതാക്കൾക്ക് ജനിച്ചു. അവളുടെ പിതാവ് റോമൻ വംശജനായിരുന്നു. എന്നാൽ അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ മരിച്ചു. അവളുടെ അമ്മയുടെ പേര് യൂട്ടിച്ചിയ. അവളൊരു ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത്. ആദ്യകാല രക്തസാക്ഷികളിൽ പലരെയും പോലെ ലൂസി തൻ്റെ കന്യകാത്വം ദൈവത്തിന് സമർപ്പിച്ചിരുന്നു. കൂടാതെ തൻ്റെ സ്ത്രീധനം ദരിദ്രർക്ക് വിതരണം ചെയ്യണമെന്ന് അവൾ ആഗ്രഹിച്ചു. എന്നിരുന്നാലും ലൂസിയുടെ വാഗ്ദാനത്തെക്കുറിച്ച് അറിയാതെയും രക്തസ്രാവ വൈകല്യത്താൽ വലയുകയും ചെയ്ത യൂട്ടിച്ചിയ ലൂസിയുടെ ഭാവിയെക്കുറിച്ച് ഭയപ്പെട്ടു. ഒരു സമ്പന്ന പുറജാതീയ കുടുംബത്തിലെ ഒരു യുവാവുമായി ലൂസിയുടെ വിവാഹം അവൾ ക്രമീകരിച്ചു. 52 വർഷങ്ങൾക്ക് മുമ്പ് ഡെസിയൻ പീഡനത്തിനിടെ വിശുദ്ധ അഗാത്ത രക്തസാക്ഷിത്വം വരിച്ചിരുന്നു. സിറാക്കൂസിൽ നിന്ന് 50 മൈലിൽ താഴെ അകലെയുള്ള കാറ്റാനിയയിലുള്ള അവരുടെ ദേവാലയം നിരവധി തീർത്ഥാടകരെ ആകർഷിച്ചു. അവരുടെ മധ്യസ്ഥതയിലൂടെ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. രോഗശാന്തി പ്രതീക്ഷിച്ച് കാറ്റാനിയയിലേക്ക് ഒരു തീർത്ഥാടനം നടത്താൻ യുട്ടിച്ചിയയെ പ്രേരിപ്പിച്ചു ലൂസി. അവിടെ ആയിരിക്കുമ്പോൾ വിശുദ്ധ അഗാത്ത ഒരു സ്വപ്നത്തിൽ ലൂസിയുടെ അടുക്കൽ വന്ന് തൻ്റെ വിശ്വാസം നിമിത്തം തൻ്റെ അമ്മ സുഖം പ്രാപിക്കുമെന്നും കാറ്റാനിയയിലെന്ന പോലെ ലൂസി സിറാക്കൂസിൻ്റെയും മഹത്വമായിരിക്കുമെന്നും പറഞ്ഞു. അമ്മ സുഖം പ്രാപിച്ചതോടെ തൻ്റെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്യാൻ അനുവദിക്കണമെന്ന് ലൂസി അമ്മയെ പ്രേരിപ്പിക്കാൻ അവസരം ഉപയോഗിച്ചു. തൻ്റെ മരണശേഷം യഥേഷ്ടം ചെയ്തുകൊള്ളാൻ അമ്മ പറഞ്ഞെങ്കിലും ലൂസി തൃപ്തിപ്പെട്ടില്ല. ഉടനടി ധർമ്മം ചെയ്യണമെന്ന് ലൂസി ആവശ്യപ്പെട്ടു. പിതൃസ്വത്തും ആഭരണങ്ങളും വിതരണം ചെയ്യുന്നുണ്ടെന്ന വാർത്ത ലൂസിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞയാൾക്ക് ലഭിച്ചു. അയാൾ സിറാക്കൂസിലെ ഗവർണറായ പാശ്ചേഷ്യസിനോട് അപലപിച്ചു. ചക്രവർത്തിയുടെ പ്രതിച്ഛായയ്ക്ക് ഒരു ബലിയർപ്പിക്കാൻ പാശ്ചേഷ്യസ് അവളോട് ഉത്തരവിട്ടു. അവൾ വിസമ്മതിച്ചപ്പോൾ പാശ്ചേഷ്യസ് അവളെ ഒരു വേശ്യാലയത്തിൽ അശുദ്ധമാക്കാൻ വിധിച്ചു. ക്രിസ്തീയ പാരമ്പര്യം പറയുന്നത് കാവൽക്കാർ അവളെ കൊണ്ടുപോകാൻ വന്നപ്പോൾ ഒരു കൂട്ടം കാളകളിൽ കെട്ടിയിട്ടും അവർക്ക് അവളെ മാറ്റാൻ കഴിഞ്ഞില്ല എന്നാണ്. തുടർന്ന് ചുറ്റും തീ വച്ച് അവളെ ദഹിപ്പിക്കാൻ കൽപ്പന കൊടുത്തുവെങ്കിലും തീ അവളെ ദഹിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ മനസ്സ് തിരിയുമല്ലോ എന്ന് ഭയന്ന് തല വെട്ടിക്കളയാൻ കൽപ്പനയായി. പല വിധത്തിലും പിന്നെയും അവളെ മർദ്ദിച്ചു. ഒരു വാൾ അവളുടെ തൊണ്ടയിൽ കുത്തിയിറക്കിയതോടെ അവൾ നിര്യാതയായി. പിൽക്കാല വിവരണങ്ങൾ അനുസരിച്ച് മരിക്കുന്നതിന് മുമ്പ് പാശ്ചേഷ്യസിൻ്റെ ശിക്ഷയും പീഡനത്തിൻ്റെ വേഗത്തിലുള്ള അവസാനവും അവൾ പ്രവചിച്ചു. ഡയോക്ലീഷ്യൻ ഇനിയും വാഴുകയില്ലെന്നും മാക്സിമിയൻ തൻ്റെ അന്ത്യം കാണുമെന്നും കൂട്ടിച്ചേർത്തു. ഇത് പാശ്ചേഷ്യസിനെ വളരെയധികം കോപാകുലനാക്കി. കാവൽക്കാരോട് അവളുടെ കണ്ണുകൾ നീക്കം ചെയ്യാൻ അദ്ദേഹം ഉത്തരവിട്ടു. കുടുംബ ശവകുടീരത്തിൽ അവളുടെ മൃതദേഹം സംസ്കരിക്കാൻ തയ്യാറാക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ അത്ഭുതകരമായി പുനഃസ്ഥാപിക്കപ്പെട്ടതായി കണ്ടെത്തി. നേത്രരോഗമുള്ളവരുടെ രക്ഷാധികാരിയായി ലൂസി ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ലൂസി എന്ന വാക്കിനർത്ഥം വെളിച്ചം എന്നാണ്. അവളുടെ തിരുനാൾ ഡിസംബർ 13-നാണ്. നേത്രരോഗവിദ്ഗതർ, എഴുത്തുകാർ, തൊഴിലാളികൾ, രക്തസാക്ഷികൾ, കർഷകർ, വിൽപ്പനക്കാർ എന്നിവരുടെയും രക്ഷാധികാരി കൂടിയാണ് അവൾ. ഇറ്റലിയിലെ സിസിലിയിലുള്ള സിറാക്കൂസിൻ്റെ രക്ഷാധികാരിയാണ് സെന്റ് ലൂസി. ചിത്രങ്ങളിൽ വിശുദ്ധ ലൂസി ഒരു സ്വർണ്ണ തളികയിൽ കണ്ണുകൾ പിടിച്ചിരിക്കുന്നതായി പലപ്പോഴും ചിത്രീകരിച്ചിരിക്കുന്നു. ഗോത്തിക് കലയിൽ ലൂസി 2 കണ്ണുകളുള്ള ഒരു പാത്രം പിടിച്ചിരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. രക്തസാക്ഷിത്വത്തിൻ്റെയും തിന്മയ്ക്കെതിരായ വിജയത്തിൻ്റെയും പ്രതീകമായ ഈന്തപ്പനക്കൊമ്പും അവൾ കൈവശം വെച്ചിരിക്കുന്നതായി കാണുന്നു. സിറാക്കൂസ് നഗരത്തിൻ്റെ മധ്യസ്ഥയാണ് സെന്റ് ലൂസി. ഡിസംബർ 13-ന് സെന്റ് ലൂസിയുടെ തിരുശേഷിപ്പുകൾ അടങ്ങിയ വെള്ളിപ്രതിമ തെരുവുകളിലൂടെ പ്രദക്ഷിണം ചെയ്ത് സിറാക്കൂസ് കത്തീഡ്രലിലേക്ക് മടങ്ങുന്നു. ധാന്യങ്ങൾ നിറച്ച കപ്പലുകൾ തുറമുഖത്ത് പ്രവേശിച്ചതിനു ശേഷം അവളുടെ തിരുനാൾ ദിനത്തിൽ ക്ഷാമം അവസാനിച്ചുവെന്ന് പറയുന്ന ഒരു ഐതിഹ്യം സിസിലിയക്കാർ ഓർമ്മിക്കുന്നു.